ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെജ് ബർഗറാണ് കേട്ടോ. അപ്പോൾ ഈ ബർഗറിന് കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്, പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് നമുക്ക് ബർഗർ കഴിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഈ ഒരു റെസിപ്പി കൊണ്ട് ഞാൻ മാറ്റി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ആ കട്ട്ലേറ്റ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പാറ്റീസ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോപ്ഡ് ഒനിയൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള പച്ചക്കറിയുടെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന ഓരോ വെജിറ്റബിൾസും നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ചെറുതായി മുറിച്ചതെടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ എടുക്കാം. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ് ചേർക്കുന്നത്. ഒരു കപ്പോളം ഉണ്ട് കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു കേക്ക് പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചുള്ള പൊട്ടറ്റോ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ക്രംസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ റസ്ക് പൊടിച്ച പൊടിയാണ്. നമ്മുടെ മിക്സ് ഒന്ന് മുറുകാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ മിക്സിൽ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ ക്രംസ് കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. കാരണം എൻ്റെ മിക്സ് കുറച്ച് ലൂസായിരുന്നു. അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റസ്ക് പൊടിച്ച പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദയും പിന്നെ ഒരു 3 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് എടുത്ത പേസ്റ്റാണ്. നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ട വെച്ചിട്ടല്ല കോട്ട് ചെയ്യുന്നത്, ഇത് വെച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ തന്നെ എടുത്താൽ മതി. ഒരു ചെറിയൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പാറ്റീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം ഒരു അളവ് നമ്മുടെ മിക്സ് കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ നനച്ചിട്ടുണ്ട്, അപ്പം കയ്യിലധികം ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ആദ്യമേ ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. തിരിച്ച് മറിച്ച് വിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് കൂടെ മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഞാനിത് ക്രംസിൽ മുക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഞാനിത് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റീസ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ 3 എണ്ണം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാറ്റീസ് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് വലിയ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു ചട്ടുകം വെച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് പാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഏകദേശം ഒരു 2 മിനിറ്റോളം വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി 3ഉം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി
ബർഗർ ബണ്ണ് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബർഗർ ബണ്ണ് എടുത്തിട്ട് അത് രണ്ടായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്, ഹാഫായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. സോ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ ബർഗർ ബണ്ണിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് ബട്ടറില്ല, ബട്ടറായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഞാൻ രണ്ട് സൈഡിലും നെയ്യ് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ ഉൾവശം. സോ ഈ ബണ്ണ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അപ്പം ഇതുപോലെ ഒന്ന് മൊരിച്ച് എടുക്കുക. അപ്പോൾ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബർഗർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കഷ്ണം ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മയണൈസ് തേക്കണമായിരുന്നു, ഞാനത് മറന്നുപോയി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജാണ് എടുത്തേക്കുന്നത്, ലെച്ചൂസിന് പകരം. എനിക്ക് ലെച്ചൂസ് കിട്ടിയില്ല. എന്നിട്ട് ഈ ക്യാബേജിൻ്റെ മുകളിൽ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബർഗർ പാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ സബോള അരിഞ്ഞ് വെച്ചത് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര എണ്ണം വെക്കണം, എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബർഗറിൻ്റെ കൂടെ ചിലർക്ക് ചീസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ചീസ് ഇല്ല, അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ മുരിച്ച് വെച്ചേക്കുന്ന ബണ്ണിൻ്റെ മോൾ വശം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു സൈഡിൽ ഞാൻ മയണൈസ് തേച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ തന്നെ മയണൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ബണ്ണ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾ ബർഗർ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റുള്ള ബർഗറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയം ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊന്നും പോയി വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റുള്ള ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.